അമ്മണിക്കുട്ടി, എടി അമ്മണിക്കുട്ടി, ഈ മരം കയറി പെണ്ണി ഇത് എവിടെ ചെന്ന് കിടക്കുക? എടീ, കളിയാക്കുന്നോ? അയ്യടാ, എന്താടി? ആഹാ, നിനക്ക് കടിക്കാൻ കിട്ടിയ ഒരാളെ. എന്തടിച്ചിരിക്കുന്നേ? ഭയങ്കര ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് ഒരു നീറ് കടിച്ചപ്പോ വിളിച്ച വിളി കേട്ടില്ലേ? മതി മതി, നീ നിന്റെ പണി നോക്ക്. ദേ അമ്മ വിളിക്കുന്നു. ആ, ഞാൻ പോക്കോളാം. ആ, അമ്മേ, തേങ്ങ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ തേങ്ങ ഇടുകയായിരുന്നു. തേങ്ങ ഇടുകയായിരുന്നു? അതൊന്നും പറഞ്ഞാ പറ്റില്ല. തേങ്ങ ഇട്ടെ കാശിട്. ഈ പുട്ടുണ്ട് കടയെ കൊടുക്കൂടെ? പുട്ടാ? പോട്ടെ. ഒരു ഗ്ലാസ് ചൂടുള്ള തന്നേട്ടാ. പിന്നെ അതിൽ ഇത്തിരി തേയിലയും സ്വപ്പ പഞ്ചസാരയും കൂടെ ചേർത്തോ. പാല് വേണമെന്നില്ല. അത് ശരി. അതെ, കണ്ണി കണ്ണന് കടം കൊടുക്കാൻ എനിക്കിത് ചക്കാത്തിട്ടൊന്നല്ല. കൃഷ്ണ, നിനക്ക് മലയാളം അറിയില്ലേ? ഞാൻ സാക്ഷരതാ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. 5 രൂപ 35 പൈസ നീ എനിക്ക് തരാനുണ്ട്. അത് തരാതെ നിനക്ക് കടം തരേണ്ട പ്രശ്നമില്ല. ഇല്ലല്ലോ? ഇല്ല. പറഞ്ഞേ. എന്നാ ഒരു ചായയും കൂടി തന്നിട്ട് 6 രൂപയായിട്ട് എഴുതിക്കും. ഇതാരാണെന്നറിയോ? എന്റെ മോളാ. ഞാൻ പകലില്ലാതെ ഗ്ലാസ് കഴിയും മേശ തുടച്ചും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശേ ആർക്ക് വേണ്ടെന്നറിയോ? എന്റെ മോൾക്ക് വേണ്ടിട്ടാ. മോളെ, ആ പുള്ളി പശുവിനെ മാറ്റി കെട്ടിക്കേ. ഓക്കേ. പശു പറ്റതാണോ? നീ പോടാ. പ്രായമായ പെൺപിള്ളേരെ കൊണ്ട് പശുവിന്റെ നല്ല ഒരു ജീവിയുടെയും കെട്ടഴിച്ച് പിടിക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏത് ശാസ്ത്രം? ഭൂമിശാസ്ത്രം. അതിന്റെ പേരൊക്കെ ഇപ്പൊ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. എടാ, ചായക്കട തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പണി എന്താണെന്ന് നിനക്കറിയോ? പൊന്നുതമ്പുരാന്റെ തൃക്കൈന്ന് വീരശങ്കര മേടിച്ചിട്ടുള്ളവനാ ഈ ഗാമഭാസ്കരൻ നായർ. ഗാമഭാസ്കരൻ നായരുടെ മകള് പുള്ളിപ്പശുവിനെ മാത്രല്ല, വേണ്ടി വന്ന മതമിളകിയ ആനയെ വരെ മാറ്റിക്കിട്ടും. എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടേ. അതാണ് അങ്ങേര് പറഞ്ഞു തന്ന അവസാനത്തെ കഥ. നീ എന്താ കേട്ടിട്ടുള്ളത്? ചട്ടമ്പിമാരായ 6 ആങ്ങളമാരെ അടിച്ച് നിലംപരിശാക്കി ഇട്ടിട്ടാണ് ഭാസ്കര ചേട്ടൻ ഭവാനി ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്ന്. അതായത് ഇപ്പൊ പുള്ളിപ്പശുവിന്റെ കെട്ടേച്ച് വിടാൻ പോയ അമ്മണിക്കുട്ടിയുടെ അമ്മയെ ഞാൻ പോട്ടെ. നീ അങ്ങനെ പോണ്ട. പഴോ കാപ്പിയോ ചായയോ പപ്പടോ ഒക്കെ കഴിച്ചിട്ട് പോയാ മതി. എന്തൊരു നെഞ്ചേര്. നിങ്ങളും നോക്ക്,
ഗാമ ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞ അക്കാലത്ത് വെള്ളക്കാരായ ഗുസ്തിക്കാർ വരെ വിറയ്ക്കും, നീഗ്രോകൾ നടുങ്ങും, അറബികൾ കിടുങ്ങും. ഇതായിട്ടെ ആവശ്യത്തിന് ഇതിലുണ്ട്, കഴിച്ചോ. പഴം തലയിലുണ്ട്. തലയിലോ? മേലെ. ആ ദാ പൊങ്കമ്മാസ് കട തുടങ്ങിയതിന്റെ സിഗ്നലാ. ഇപ്പൊ ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്ന ഒരുത്തൻ. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും. ഇതുപോലെ ഇന്നലത്തെ ചട്നി ഇരിപ്പുണ്ട്, കുറച്ച് ഒഴിക്കട്ടെ ഞാൻ. പുട്ടിന് ചട്നി ഒന്നും വേണ്ടേ ചേട്ടെ, ഒന്ന് പോയാട്ടെ, ഞാനൊന്ന് കഴിച്ചോട്ടെ. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാടെടുക്കേണ്ട ലക്ഷണം. 1 2 3 4 5 6 പണ്ടാരടക്കി. എന്തൊരു നാറ്റം! സഹിക്കാൻ വേണം. എന്തൊരു നാറ്റം! അല്ല, യക്ഷം മറ്റതിൽ പോയോ? നിസകരിസ എടാ എലി, എടാ മൂഷിക, എടാ ഗണപതി വാഹന, എന്റെ പഴം തിന്നു നിന്ന് നിന്റെ ആമാശം പൊട്ടി അല്ലടാ. എന്ത് തെമ്മാടത്തിലാണ് കാണിച്ചത്? എലി മൂഷിക, ഞാൻ എലിയെ എടുത്ത് എറിഞ്ഞപ്പോഴാണ് റപ്പായി മാപ്പിള പുലിയെ പോലെ ഇങ്ങോട്ട് വരുന്നത്. റപ്പായി മാപ്പിള, ഞാൻ ആനയെ ഒന്നും എടുത്തെറിഞ്ഞില്ലല്ലോ. ചേച്ചി അല്ല ചേച്ചി. ചിരിക്കാതെ കുറെ കാശ് കിട്ടിയതിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. അതൊക്കെ വേണോ? ഈ എലിയുടെ ഏറ് കൊള്ളുന്നത് ഭയങ്കര ഭാഗ്യമാണെന്ന ബോംബെയിലുള്ളവരുടെ വിശ്വാസം. കാരണം അവൻ ഗണപതിയുടെ വാഹനമാണല്ലോ. അതങ്ങ് ബോംബെയില്, ഇവിടെ വേണ്ട. നീ വാടക കാശിങ് എടുക്ക്. അത് ഞാൻ കൊടുക്കേണ്ടവരെടുത്ത് കൊടുത്തോളാം. ഇനി മുതൽ നിന്റെ കയ്യിൽ വാടക വാങ്ങാൻ മഹേശ്വരൻ പിള്ള എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവനെന്താ തരാലോ? അതാരാ പോകുന്നത്? നമ്മുടെ അമൃതം പൊന്നമ്മയല്ലേ? അതാ നോക്ക്. എവിടെ? ആഹാ, പഴക്കിന് പോയോ? എന്നാലും വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അനന്താ, ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചോ? വളച്ചോ വളച്ചോ വളച്ചോ, കാലൂത്തിരിക്കല്ലേ. പൊക്കോ പൊക്കോ പൊക്കോ. ബ്രേക്ക് പിടിക്കാൻ ശ്രമിക്കണ്ട, ബ്രേക്ക് ഇല്ല. അത് ഇളക്കി മാറ്റി പഠിക്കും. അയ്യോ, വളച്ചോ 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 വളച്ചോ. മുണ്ടെടുത്ത് കൊടുക്കും. അയ്യേ, വളച്ചോ വളച്ചോ. പാൽക്കുപ്പിക്ക് വല്ലതും പറ്റും അമ്മണിക്കുട്ടിയെ? അല്ല, ഇതിപ്പോ അമ്മണിക്കുട്ടിയുടെ ദേഹത്ത് തന്നെ ഇടിച്ചത് നന്നായി. അന്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായനെ കഥ? കഥ എന്താകാൻ, എഴുന്നേറ്റ് നമ്മുടെ കഥ കഴിക്കും. എന്താ എന്താ അമ്മേ, അമ്മണിക്കുട്ടി വെള്ളവുമായിട്ട് പാലുമായിട്ട് വന്ന് സൈക്കിളിൽ ഇടിച്ചു. എന്നെ കൊണ്ട് ഇടിച്ചതാണമ്മേ. ഇത് കണ്ടോ, പാല് പകുതിയും കളഞ്ഞു. അല്ലെങ്കിലും പകുതി പാലും പകുതി വെള്ളവുമാ. എന്നാലേ നാളെ വന്ന് വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചാ മതി. അവൻ തമാശ പറഞ്ഞതല്ലേ മോളെ? മൂക്ക് വല്ലതും പറ്റിയോ? ഇല്ലമ്മേ, തമാശ കുറച്ച് കൂടുന്നുണ്ട്. മോള് വാ. കൃഷ്ണ വാ, തുടങ്ങാം. ഇന്നിനി പഠിക്കണ്ട, ഗുരു ക്ഷീണിച്ചു. അനന്താ വരുന്നമ്മേ. അമ്മ വിളിക്കുന്നു, പാല് കുടിക്കും. നന്നായിട്ട് വരട്ടെ. ആഹാ, ടൈപ്പ് പഠിക്കാൻ പോവാണല്ലേ? ഞാൻ അറിഞ്ഞു. ഈ വെയിലത്ത് ഒത്തിരി നടക്കണോടി. എന്നാലെന്താ, നല്ല ജോലി കിട്ടില്ലേ? ഇന്ന് പോരുമ്പോ എന്റെ പേരിന്ന് ടൈപ്പ് ചെയ്തോണ്ട് വരുവടി. അനന്തേട്ടന്റെ. അകത്ത് ആളുണ്ട് മനുഷ്യ, അവിടെ ഇരിക്കേ. സത്യം പറഞ്ഞ വൈദ്യര് കൈപുണ്യമുള്ളവനാ. കഴിഞ്ഞ 3 വർഷമായി എന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റിത്തരുന്നത് വൈദ്യരുടെ മരുന്നാ. അവിടെ ഇരിക്കണം.
വായ തുറക്കൂ. ആ വായ തുറക്കൂ. അടച്ചു. വേദനയുണ്ടോ? ഇവിടെ ഉണ്ടോ? യോ അമ്മേ, ദേ ഇവിടെയാ ഉള്ളത്. പോയി. ആര്? കരള് പോയി. അയ്യോ. ഒരു കാര്യം ചെയ്യ്, ഇനി ഈ മരുന്ന് വളരെ കുറച്ച് കഴിച്ചാ മതി കേട്ടോ. കുപ്പിയുണ്ടോ? ഇല്ല, ഇവിടെ വെച്ച് കുടിച്ചോട്ട് പോവാ. അപ്പോഴേ ഇവിടെ വെച്ചുള്ള കുടിയൊക്കെ നിർത്തണം. അവനവൻ കുപ്പി കൊണ്ടുവരണം കേട്ടോ. ഇതൊരൊറ്റ വരിക്ക് അങ്ങോട്ട് പിടിച്ചാട്ടെ. ആ എങ്ങനെയുണ്ട്? ഇതാണ് കൈപ്പുണ്യം എന്ന് പറഞ്ഞത്. അതെനിക്ക് സ്ഥലം കാര്യാക്ക്. നെക്സ്റ്റ് അടുത്ത ആള് വാ. ഒരു സിഗരറ്റിന് തന്നെ. നമ്മളെ നമ്പൂരി മാഷുണ്ടോ അവിടെ? ഇല്ല. ഇതേത് മാഷക്ക? മാഷകല്ല, എനിക്ക് തന്നെ. നിസകരിസ മുതൽപ്പാലിന്റെ മണം മാറിയില്ലല്ലോടാ. അതിന് മുമ്പ് സിഗരറ്റോ? ഉറങ്ങിയോ? ഇല്ല. നീ ഉറങ്ങിയ? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. ആരെ പറ്റി? നമ്മുടെ മോളെ പറ്റി തന്നെ. അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. നീ വിഷമിക്കാതെ. നമ്മുടെ മോളെ ഒന്നാന്തരൊരു തറവാട്ടിലേക്ക് ഞാൻ കെട്ടിക്കും. ഒക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നീ സമാധാനമായിട്ട് കിടന്നു ഉറങ്ങടി. ഉറക്കപ്പച്ചേനിടെ പറയാനുള്ളതല്ല. ഇനി നാളെ മറ്റോ ആവട്ടെ. കറവക്കാരൻ വെളുപ്പിനെ വന്ന് വിളിക്കും. ഉറങ്ങാം. അമൃതം, വഴിവക്കിലെ വിളക്കുകളൊന്നും അണഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെയാ ഒന്ന് പുറത്തിറങ്ങുന്നേ? ഈ രാത്രി പോയിട്ട് എന്ത് ചെയ്യും? ഇന്നിനിയൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ ഞാൻ നിന്നാ പെർമനന്റ് ആയിപ്പോ. നീ പെറും, അതോടെ എന്റെ ചീട്ടും കീറും. എന്നാ പിന്നെ ഇറങ്ങിപ്പോ. നീ തോർത്തിങ്ങോട്ടിട്ട് ഞാൻ തലവഴി ഇട്ടിട്ട് മൊണ്ടി പൊക്കോളാം. ആരെങ്കിലും കണ്ടാ ആ മൊണ്ടി ഈപ്പച്ചനാണെന്ന് വിചാരിച്ചോളൂ. എന്തൊരു ബുദ്ധി. ഞാൻ നാളെ ഈ സമയത്ത് വരുവേ എന്ന് സ്വന്തം മകൻ കേശവൻകുട്ടി. അപ്പൊ എല്ലാവരും കേട്ടല്ലോ. എന്റെ മകൻ കേശവൻകുട്ടി ബോംബെയിൽ ഒരു ഷേട്ടുമായി 10 ലക്ഷം രൂപയുടെ പാർട്ണർഷിപ്പ് കമ്പനി തുടങ്ങാൻ പോവുകയാണ്. കടുപ്പം കുറവാണെങ്കിൽ പറയണ എന്റെ സാറേ. നാട്ടിൽ വഴക്കും വെക്കാണോ എന്ന് നടന്ന കേശവൻകുട്ടി ഈ നിലയിലാവുമെന്ന് ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. ഗുളിയൻ ഉച്ചയിൽ നിൽക്കുന്ന സമയത്ത് കള്ളക്കർക്കിട മാസം അർദ്ധരാത്രി 12 മണിക്ക് മര കോരിച്ചൊരിയുന്ന സമയത്താണ് എന്റെ പാറുക്കുട്ടി എന്നെ പെറ്റത്. അയ്യേ, എന്തേ? അല്ല, എന്റെ പാറുക്കുട്ടി എന്റെ മകൻ കേശവൻകുട്ടിയെ പെറ്റത്. അപ്പോ അടുത്ത ലീവിന് വരുമ്പോ കല്യാണം ഉണ്ടാവല്ലേ? ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ബോംബെയിൽ ഒരു പ്രശ്നമില്ല. സുന്ദരികളായ മണിമണി പോലത്തെ ഷേർട്ടൂത്തി പെൺകുട്ടികളെ ഇവന്റെ പിന്നാലെ ഇങ്ങോട്ടാണെന്ന് ഇവനെ ലൈൻ അടിക്കല്ലേ. ഇത് ഇവൻ പറഞ്ഞതല്ല. അതാണ് എന്റെ രസം. ഇവന്റെ സ്നേഹിതൻ എനിക്ക് കത്തയച്ചതാ. ഇവ കണ്ടാലും യോഗ്യനല്ലേ എന്നെ പോലെ. സേട്ടുമാരിലും നമ്മുടെ നായന്മാരുണ്ടോ വാസു? ഇല്ലാതില്ല, പക്ഷെ കൂടുതൽ കുറുപ്പന്മാരും മേനന്മാരും. എന്റെ ഗുരുവായൂരപ്പ, ഈ ചായക്കട തുടങ്ങാൻ തോന്നിച്ച നേരത്ത് കള്ളവണ്ടി കയറി ബോംബെക്ക് പോയാ മതിയായിരുന്നു. കള്ളവണ്ടി കയറിച്ചോ? എന്റെ മോൻ ടിക്കറ്റ് എടുത്തിട്ട് പോയത്. അല്ല, ഞാൻ പോണതിനെ പറ്റി ആലോചിക്കായിരുന്നു. പമ്പരം വിരിയും മാനസം അറിയാമ്പളി. ഈ പൊന്നമ്മ ആരാന്നാ നീ വിചാരിച്ചേ? പൊന്നമ്മ, വിട്. നീ ബഹളം വെക്കാതെ. നീ എന്നോട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട അടുത്ത ജന്മത്തിൽ പോലും എനിക്ക് പെണ്ണ് കിട്ടൂല. രാത്രിയില് രൂപയാന്നും പറഞ്ഞ് പഴയ ലോട്ടറി ടിക്കറ്റ് വന്ന് എന്നെ പറ്റിക്കാന്ന് കരുതിയല്ലേ? അയ്യോ, എന്റെ പൊന്നമ്മ, ഞാൻ നിന്നെ പറ്റിച്ചതല്ല. ഇരുട്ടത്ത് രൂപ എടുത്തപ്പോ മാറിപ്പോയതാണ്. പകലത് പറ്റില്ലായിരുന്നു. എന്റെ പൊന്നമ്മ, ഇത് ഭഗവാന് കാണിക്കാനുള്ള കാശാണ്. ആദ്യം എന്റെ കടം തീരട്ടെ, എന്നിട്ട് മതി കാണിക്കാം. കാണിക്കാം പൊന്നമ്മ, കാണിക്കാം. അയ്യോ, നാളെ നീ നേരത്തെ വരൂ. ഞാൻ ഈ സമയത്ത് തന്നെ വരാം.
അമ്മണിക്കുട്ടി ആനന്ദക്കുറിപ്പ് വീട്ടിലോട്ടോ? അനന്തേട്ടൻ എന്റെ വീട്ടിലല്ല താമസിക്കുന്നത്. അവൻ നിന്റെ പുറകെ കിടന്ന് ഭയങ്കര ശല്യമാണെന്ന് കേട്ടല്ലോ. അമ്മണിക്കുട്ടിക്ക് അനന്തനെ ഇഷ്ടമല്ല, അത് പണ്ടേ എനിക്കറിയാം. എനിക്ക് ഇഷ്ടമാണ്. ഹലോ, അമ്മണിക്കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആരെയാ? നിങ്ങൾ കേട്ട? പിന്നെ കേൾക്കാതെ. എന്നെ ഇഷ്ടമാണെന്ന് പറയായിരുന്നു. കൊച്ചുനാളിലെ ഞങ്ങൾ മണ്ണുവാരി കളിക്കുമ്പോ, മണ്ണപ്പ ചുടുമ്പോ, ഈ തമ്പല കളിക്കുമ്പോഴൊക്കെ പറയും എന്നെ വലിയ ഇഷ്ടമാണെന്ന്. ഇപ്പോഴും അത് തന്നെ പറഞ്ഞത്. ട്യൂട്ടോറിയൽ അമ്മണിക്കുട്ടിയും ഞങ്ങളുടെ ഒരു കൂട്ടുകാരനുമായി പ്രേമത്തിലാണല്ലോ. തമാശ പറയാതനിയാ. തമാശ അല്ല. പാവം, ആ ബാലകാമുകന്റെ തലയിലെടുത്ത് ചിങ്ങമ്പുഴയുടെ രമണന്റേതുപോലെ ആയി തീരുമല്ലോ. ചെങ്ങമ്പുഴ അല്ല ശനെ, ചങ്ങമ്പുഴ. അതെ, അങ്ങനെ ആയി തീരും. അവൻ അവൾക്ക് ലവ് ലെറ്റേഴ്സ് വല്ലതും കൊടുക്കുന്നത് കണ്ടാൽ ആ വിവരം ഉടനെ അനന്തക്കുറിപ്പിനെ അറിയിക്കണം. അമ്മണിക്കുട്ടിയെ സൂക്ഷിക്കാൻ ഞാൻ അവനെ ഏർപ്പാടായിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ വിട്ടോ, പോയി സമരം ഉണ്ടാക്ക. സംഗതി ഏറ്റളിയാ. ഈ കൃഷ്ണ മിക്കവാറും രമണനാവും. നല്ലത്. അയ്യോ വാസു കട തുറന്നില്ലേ? ആ, വാടക വാങ്ങാൻ നടന്ന് കാലിന്റെ ചെരുപ്പ് തേഞ്ഞു അല്ലേ? ചേട്ടൻ വന്ന കാര്യം അറിഞ്ഞ് അവൻ മുങ്ങിയിട്ടുണ്ടാവും. ഇനി അവൻ കട തുറക്കില്ല. ഇനി എനിക്ക് വാടക വേണ്ട, കട ഒഴിഞ്ഞു തന്നാ മതി. അത് ശരി ചേട്ടാ. ഞാനൊരു സത്യം പറഞ്ഞു, നീ ഉടനെ അവളോട് ചോദിക്കൊന്നും വേണ്ട. കൈവിട്. അവളോട് ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വേറെ കാര്യം. ഇക്കിളിയൂട്ടും പ്രായത്തിൽ അമ്മണിക്കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റായിട്ട് കരുതിയാ മതി അനന്ത. വേറെ ബൈഫർക്കേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ക്ഷമിച്ചൂടെ? ഇക്കാര്യത്തിൽ ക്ഷമിക്കാനാവില്ല. മാത്രമല്ല, എനിക്ക് ആരുടെ ഉപദേശവും ആവശ്യമില്ല. അനന്ത, അനന്ത, ഇന്ന് രണ്ട് പാത്രത്തിലാവും. എന്താ ഭാസ്കരേട്ടാ, പഴുത്തോ നോക്കുകയാണോ? എന്താ തിന്നണ? പത്രം വായിക്കേണ്ട ഏതാണ്ട് മന്ത്രിസഭയ്ക്ക് ഇവര് നടത്തുന്ന ആ അനന്ത, തേങ്ങയിടലൊക്കെ കഴിഞ്ഞില്ലേ? ഒരു 50 തേങ്ങ എനിക്ക് ഇട്ടേക്കണം. ചായ കുടിച്ചിട്ട് പോയാ മതി. പറഞ്ഞ കുടിക്കേ. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടിറങ്ങിയതാ. അമ്മണിക്കുട്ടി വന്നില്ലേ? ഇപ്പൊ എത്തും. മണി 4 ആയില്ലേ? കഴിഞ്ഞ മാസത്തെ തേങ്ങയുടെ കാശ് ഒരു 10 ദിവസത്തിനകത്ത് തരാട്ടോ. തേങ്ങയുടെ കാശ് ഒരു 10. കേട്ടു, 1 മാസത്തിനുള്ളിൽ തന്നാ മതി. എന്തൊരു നല്ല സ്വഭാവ. മോൻ നന്നായി വട നിന്നെ കടിച്ച. പുതിയ മാഷിന്റെ ക്ലാസ് മഹാഘോറ, എനിക്കിഷ്ടായില്ല. ഏയ്, നല്ല ക്ലാസ്സാ, എനിക്കിഷ്ടപ്പെട്ടു. പോട്ടെ. എന്താണെന്തേട്ടാ, എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നേ? നിനക്കൊന്നും മനസ്സിലായില്ല അമ്മണിക്കുട്ടി? പഠിക്കാൻ വേണ്ടി തന്നെയാണോ നീ ക്ലാസ്സിൽ പോകുന്നത്? നിനക്കാരുമായോ, നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താ? കുറച്ചു നാളായി ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. തൽക്കാലം രഹസ്യമാക്കി വെക്കാന്ന് കരുതി. ഞാൻ പോട്ടെ. പിടി വിട്ടുപോയോ കുറുപ്പേ? അനന്ത, മക്കളെ, ചിങ്ങവനത്തുനിന്ന് വന്ന ആലോചനക്കാര് വീണ്ടും പ്രഭാകരനാരെ പറഞ്ഞു വിട്ടിരുന്നു. എത്ര പ്രാവശ്യം ഒന്ന് കണ്ട അവരെ ഇങ്ങനെ നടത്തുക? നീ ഒന്ന് സമ്മതം മൂളിയാ അടുത്ത മാസം തന്നെ കല്യാണം നടത്താമെന്ന് അവര് പറയുന്നത്. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വാ. ഇപ്പൊ വേണ്ടമ്മേ, വിശപ്പില്ല. നിങ്ങൾ ആരെങ്കിലും നെടുമങ്ങാട് ഖാദർ എന്ന ഫയൽമാനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല.
ഇവിടെ കൊള്ളാം, കേട്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. തിരുനെൽവേലിക്കാരായ 3 മറവുമാർ ഗുസ്തിക്കാരെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച് ആളല്ലേ ഈ ഖാദർ ഫയൽമാൻ. അതെ, ആ ഖാദർ ഫയൽമാനും ഞാനും കൂടി പണ്ട് പൊന്മുടിയിൽ വെച്ച് ഗോതയിൽ ഇറങ്ങി. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല, രോമം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? വേണ്ട, ഞാൻ ഗോതയിലേക്ക് ചെല്ലുന്നു, ഖാദർ ഫയൽമാനും ഞാനും മുഖാമുഖം നോക്കുന്നു, ദേ കിടക്കുന്നു. പിന്നെ 3-ാം ദിവസമാണ് ചേട്ടന് ഓർമ്മ വീണത്. ഇളയത് ഗുസ്തി. കൃഷ്ണ എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? അല്ല, കുറച്ചും കൂടെ ബാക്കി. ഇനി പിന്നെ കുടിക്കാം. മോൻചെല്ല്. അല്ല ചേട്ടന്റെ ഗുസ്തിയുടെ കാര്യം. ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീ തമ്മിലായിരിക്കും ഗുസ്തി. ഓടാ. അല്ല ചേട്ടാ, കള്ളച്ചക്കൻ എന്താ ഇവിടെ? 1 2 3 4 പഴുത്ത പഴം 14 എണ്ണം, പഴുക്കാത്ത 15. അങ്ങനെ ഗുസ്തി അങ്ങോട്ട് തുടങ്ങി. തോച്ചുട്ടാ. എന്റെ മുമ്പിൽ ആദ്യമായി അടിയറവ് പറയേണ്ടി വന്ന ഖാദർ പിന്നെ ജീവിതകാലം ഗുസ്തി പിടിച്ചിട്ടില്ല. പാവം ഖാദർ ഫയൽമാൻ, അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ ഭാസ്കരൻ ചേട്ടനോട് ഗുസ്തി പിടിക്കാൻ? അവസാനം എണ്ണത്തോണി കിടന്ന് ശ്വാസം മുട്ടി ചത്ത് കാണൂലേ? അത് തന്നെയാണ് സംഭവിച്ചത്. ആ നായര് പറഞ്ഞു ശരിയാ. പക്ഷേ ഗുസ്തി ഇവിടെയല്ല, പേർഷ്യയിൽ. ഈ 2 കൈക്കും ഉറയിട്ടിട്ട് ഇങ്ങനെ ബലൂൺ മാതിരി ഉണ്ടാവും. അതിട്ട് മുഖത്ത് ഡിഷും 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 ഡിഷും. എങ്ങനെ എങ്ങനെ 2 കൈമ ഉറയിട്ടിട്ട് ഡിഷിൻ ഡിഷിൻ തങ്ങനുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ടോന്ന് പറയടോ, പറയാൻ പറയടോ, പറ, പറയേ. ആലോചിക്കാനുള്ള സമയം എന്താ? പറ പറ. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവിടെ വിശ്വസിച്ചാൽ നിങ്ങളെന്താണ്ട് വെറുതെ കയ 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 ചിരിക്കുന്നത്? പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ചിരിക്കും വേണ്ട കേട്ടാ. അങ്ങനെയുള്ളത് മാത്രം എന്റെ കടയിലേക്ക് വന്നാൽ മതി. എന്റെ കടയിലേക്ക് വന്നാൽ മതി. പറഞ്ഞു കേട്ടില്ലേ? ഇനി കടം വയ്ക്കാൻ വരണ്ട, അങ്ങോട്ട് വരണ്ട കട വാങ്ങിക്കേ. ഞാൻ ഒരു ചായ, പിന്നെ ഇന്നലത്തെ ഒരു വടയും എടുത്തോളൂ. ഇന്നലത്തെ ഇന്നത്തെ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെല്ലാം തെരഞ്ഞു. എന്നോട് പിണക്കാ? എന്നെ ഈ വള്ളത്തിലെത്തി അക്കരെ ഇക്കരെ കൊണ്ടുപോകാമോ? ഏയ്, അല്ലെങ്കിൽ വേണ്ട. അനന്തേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ തുഴയാം. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? അനന്തേട്ടാ, കാര്യായിട്ട പിണക്കം? ഞാൻ പോണു. അമ്മണിക്കുട്ടി, നീ എന്തിനാ ഇത്രയും കാലം എന്നോട് സ്നേഹം നടിച്ചത്? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. നിനക്കറിയോ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ തകർത്ത് കളഞ്ഞല്ല മോളെ. അനന്തേട്ടൻ എന്തായി പറയുന്നത്? സത്യം പറ, നീ ആരെയാ സ്നേഹിക്കുന്നു?
അല്ല, ഈ ട്യൂട്ടോറിയൽ കോളേജില് ഓട്ട മത്സരം. അപ്പൊ ഞാൻ അമ്മിണിക്കുട്ടിയെ ഈ കോച്ചിങ്. നീ ആര്? കോച്ച് കുട്ടിയാ? ഹേയ്, കുട്ടിയൊന്നും അല്ല. റപ്പായി മാപ്പിളക്ക് അറിയില്ലേ? കുറുപ്പ്, അനന്തക്കുറുപ്പ്. ആ മതി മതി, ഓടി നടക്കുന്ന കൊള്ളാം. എങ്ങും തട്ടി വീണ് കൈയും കാലും ഓടിക്കരുത്. ഓ മുമ്പയ്ക്കോ. ചെമ്പനീർ പൂക്കൾ ചൂടിയാടി ആവനികൾ നിന്നു വീശിടും പൂങ്കാറ്റിൽ. ചന്ദന ശശികല പോൽ നീന്തി എന്നരികിൽ വന്നു നീ സഖീ പൂങ്കാവിൽ. നെഞ്ചിലുറങ്ങും മോഹം പുഞ്ചിരി തൂകി. സപ്തസ്വരങ്ങൾ പാടി ശാരിക പൈതൽ. ചെമ്പനീർ പൂക്കൾ ചൂടിയാടി ആവനികൾ നിന്നു വീശിടും പൂങ്കാറ്റിൽ. സ്വർലോകലാവണ്യമായി നീ കതിർവീശിയാടുന്നു എന്നുമേ. സ്വർലോകലാവണ്യമായി നീ കതിർവീശിയാടുന്നു എന്നുമേ. പഞ്ചമരാഗം പാടി വരും ഞാൻ. സ്നേഹസുഗന്ധം തേടി വരും ഞാൻ. ശിശിരം ചൊരിയും കുളിരായി നീ വരൂ മുന്നിൽ എന്നും. ചെമ്പനീർ പൂക്കൾ ചൂടിയാടി ആവനികൾ നിന്നു വീശിടും പൂങ്കാറ്റിൽ. ചന്ദന ശശികല പോൽ നീന്തി എന്നരികിൽ വന്നു നീ സഖീ പൂങ്കാവിൽ. ചിരി തൂകി വന്നു നീ ഒരു ജന്മ സാഫല്യം ഏകുവാൻ. കുങ്കുമം പൂക്കും താഴ്വര തോറും ചന്ദനം ചാർത്തും കാടുകൾ തോറും ചിരി തൻ ചിലങ്ക കിലുക്കി പോയിടാമിന്ന് ദേവാ. ചെമ്പനീർ പൂക്കൾ ചൂടിയാടി എന്നരികിൽ വന്നു. അനന്തേട്ടാ, അനന്തേട്ടാ, അമ്മണിക്കുട്ടി പോയില്ലേ ഇതുവരെ?
അമ്മ പറഞ്ഞില്ലേ തട്ടുമ്പുറത്ത് പഴയ വെറ്റില ചെല്ലം ഉണ്ടെന്ന്, അത് നോക്കാൻ കയറിയതാ. നിനക്കിപ്പോ എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ട്. ചീത്തപ്പേര് കേൾപ്പിക്കാൻ നിമിഷങ്ങൾ മതി. മേന്നെ അവിടെ പോയി കുത്തിരിക്കടോ. എവിടുന്ന് വരുന്നടങ്ങന്മാരി ഓരോ സാധനങ്ങൾ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. വേണ്ട, എനിക്ക് ധൃതി. അപ്പഴ നിൽക്കുന്നായത് എങ്ങോട്ടും അങ്ങോട്ട് പോകുന്നത്? ഇത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ദുബായിലാണ് ആദ്യമായിട്ട് പോപ്പ് മ്യൂസിക് ഉണ്ടായത്. വത്തിക്കാനിൽ നിന്നും ഒരു പോപ്പ് കുറച്ച് ദിവസത്തെ ലീവ് എടുത്ത് ദുബായിൽ വന്നു. അപ്പോ അവിടെ ഒരു ഷെയ്ക്ക് ഗംഭീരമായിട്ടൊരു മാപ്പിളപ്പാട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് അരമൂത്ത പോപ്പ് ഷെയ്ക്കിന്റെ മൈക്ക് ഒരൊറ്റ പിടിച്ചങ്ങോട്ട് വെച്ചിട്ട് ഒരൊറ്റ ഇംഗ്ലീഷിൽ ഒരൊറ്റ പാട്ടാണ്. അന്ന് മുതലാണ് ലോകത്തിന് പോപ്പ് സംഗീതം അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക് ഉണ്ടായത്. പക്ഷേ എനിക്കിഷ്ടം തൊമ്മാങ്കുടിയുടെ കേച്ചേരിയാണ്. എന്ത് കേച്ചേരി? തൊമ്മാങ്കുടി ശ്രീനിവാസൻ നായരുടെ കേച്ചേരി. ശരിയായില്ലേ? പക്ഷേ തൊമ്മൻകുടിയുടെ മാപ്പിളപ്പാട് കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുള്ള ഭാഗ്യം കാറിന്റെ പുറത്ത് കുറെ പെട്ടികളായിട്ട് പോകുന്നത് ആരാ? ലോറിയല്ലേ? എന്റെ മോൻ കേശവൻകുട്ടി ആയിരിക്കില്ലേ? കേശവൻകുട്ടി, ഏത് ചച്ചാണോ അത്ര സ്പീഡ് കൊണ്ടുപോണേ? നിർത്താൻ. അയ്യോ മോനെ, മോനെ എവിടെയാണ് മോനെ? ഗേറ്റ് തുറക്കണ, ഗേറ്റ് തുറക്കണം. എന്റെ എന്താണ് പെട്ടി ഒരുപാടുണ്ടടാ. കണ്ണ് വെക്കലടാ പട്ടി, മാറടാ. അയ്യോ സൂക്ഷിക്കണം. അത് അച്ഛൻ സൂക്ഷിച്ചോളാം. ഇന്ന് തന്നെ മരിച്ചാൽ നീല ബാഗോ? നീല ബാങ്ക് മോനെ കെട്ടഴിക്കണം. അവിടെ വെക്ക്, അവിടെ അങ്ങോട്ട് വെക്ക്. 1 2 3 4 5 6 പെട്ടിയുള്ളൂ മോനെ. എടാ ഒരു 10-20 പെട്ടി കൊണ്ടുവരില്ലേ? നീ ബോംബെന്ന് വരില്ലേ? അതിനകത്ത് പെട്ടി വല്ലതും ഉണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. നീ അച്ഛനോടൊരു തെറ്റ് ചെയ്തു. എന്താ അച്ഛാ? എനിക്ക് തീരെ ഇഷ്ടമായില്ല. നമ്മളെ കാറിന്റെ കളർ എനിക്ക് ഇഷ്ടമായില്ല. നമ്മുടെ കാറല്ല അച്ഛാ, നമ്മുടെ കാറല്ലേ? എന്താ എന്താ വാടക? വാടക 100 രൂപയെ? നീ സെക്കൻഡ് 10 5 കൊടുത്ത് വീട്. ഇത്രയും ലഗേജ് ഒക്കെ ഉള്ളതല്ലേ? ഇത്രയും ലഗേജ് ഇവന്റെ തലയിൽ വെച്ചിട്ടാണോ കൊണ്ടുവന്നത്? കാറിൽ കൊടുത്ത് വെച്ചിട്ടല്ലോ കൊണ്ടുവന്നത്. എന്തെന്ന് വന്ന് ആ കൊടു, ഒരു 16 കൊടു. 16 നീയേ അപ്പടി പിടി. നീ പെട്ടി നോക്കി ഇവിടെ നിന്ന് അച്ഛന് അകത്ത് വെച്ചിട്ട് വരാം. വൈദ്യരെങ്ങോട്ടാ? അല്ല, തനിക്ക് നീ വേഷത്തിൽ കാണുമ്പോഴെങ്കിലും ഡോക്ടറെ എന്ന് വിളിച്ചൂടെ? മാതൃഭാഷയിൽ വിളിച്ചെന്നുള്ളൂ. നമ്മുടെ കുറ്റിക്കാട്ടിൽ അവറാച്ചനെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഞാൻ അറിഞ്ഞു. ബ്ലഡ് ക്യാൻസറാ, രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായപ്പോ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ അതൊക്കെ പറയും. നിങ്ങൾ നോക്കിക്കോ, ഒരാഴ്ചക്കകം ഞാൻ സുഖപ്പെടുത്തിയെടുക്കും. ഇതിനൊക്കെ ഒരു കൈപുണ്യം വേണം. ഉവ്വേ, ഈ ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ പണ്ടായിരുന്നു വലിയ അസുഖം. ഇപ്പൊ എയ്ഡ്സ് ആണ് ഒന്നാമൻ. ഈ എയ്ഡ്സ് എന്ന് കേട്ട മെഡിക്കൽ കോളേജ് ഓടും. പക്ഷേ സംഗതി നിസ്സാര. എനിക്ക് എയ്ഡ്സ് വന്നപ്പോ ഇത് ചെവി അറിയാതെ ഞാൻ തന്നെ അങ്ങ് ചികിത്സിച്ചു. എനിക്ക് വൈദ്യരെ ഒന്ന് കാണണം. എന്നെയോ? ഡോക്ടർ ഡോക്ടറെ ഒന്ന് കാണണം. എന്താ വല്ല എയ്ഡ്സോ കാര്യമുണ്ടോ? അയ്യോ അതല്ല, എനിക്ക് വായുവിന്റെ ഉപദ്രവമുണ്ട്. ഇതാണിപ്പോ കുഴപ്പമില്ല. വൈകുന്നേരം ഹോസ്പിറ്റലിലേക്ക് വരും. അങ്ങടാണോ പോണത്? അതെ. എന്നാ ഞാൻ പിന്നിലേക്ക്. അതിന് പിന്നിൽ നടന്നു വന്നാൽ മതി കേട്ടോ. ഞാനൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അതെവിടെ വെച്ചു? കൊണ്ടുവന്നായിരുന്നു. ഇതാ അതന്നെ. എനിക്ക് തിരക്കല്ലേ വെളിവില്ലേ? എല്ലാ
എല്ലാവരും പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നാ മതി. കേശവൻകുട്ടി ഉടനെ എവിടെയും പോകുന്നില്ല. ഒന്ന് വാദിക്കുന്നത് മാറിയുന്നേ, പറയുന്നത് മനസ്സിലാവുന്നില്ലേ? കേശവൻകുട്ടി 2 ദിവസം പ്ലെയിനിലിരുന്ന് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇത്ര ശുദ്ധമായി ശ്വസിച്ച് വിശ്രമിക്കട്ടെ. നിങ്ങളോട് പറഞ്ഞാ മനസ്സിലാവൂലേ പൊതുജനമേ? വാസുവേട്ടൻ പറഞ്ഞ കേട്ടില്ലേ? നിങ്ങൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. ആ വാസുവേട്ടാ, കേശവൻകുട്ടി ഞാനുമായിട്ട് സ്കോച്ച് വിസ്കി കഴിക്കുന്നു ഇന്നലെ സ്വപ്നത്തിൽ കണ്ട. ശരിയായി, വളരെ ശരിയായി. സ്വപ്നത്തിൽ കണ്ടേ വളരെ നന്നായി. അവൻ കുടി നിർത്തി. ഇനി സ്വപ്നത്തെ കുടിച്ചോണ്ടാ മതി കേട്ടാ. അപ്പൊ നിനക്ക് എന്താണ് മലയാളം പറഞ്ഞ് മനസ്സിലാവില്ലേ? ഒന്ന് പോടാ. ഞാൻ ചക്കാത്തല്ല. ഈ കേശവൻകുട്ടിക്ക് ബോംബെയിൽ എന്ത് പണിയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കപ്പലും എണ്ണ കമ്പനിയും വജ്രക്കല്ല് കച്ചവടമൊക്കെ ഉണ്ടെന്നല്ലേ തന്ത നിങ്ങളെപ്പുറം ധരിപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ ആ പന്ന പീറ തന്തയുടെ വാചകമടിയാണ്. ഈ തന്ത ഇവനെ നശിപ്പിക്കും തീർച്ച. കപ്പലുണ്ടല്ലേ? കപ്പലുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ മണ്ണെണ്ണ കമ്പനിയിലെ മണ്ണെണ്ണപ്പാട്ട കഴുകലായിരുന്നു അവന്റെ ജോലി. അവൻ അടുത്ത് വന്നപ്പോ ഒരു സ്മെല്ലടിച്ചില്ലേ? സ്പ്രേയുടെ മണം. അയ്യ, അത് സ്പ്രേയുടെ മണമല്ല, മണ്ണെണ്ണയുടെ മണമാ. അതറിയാതിരിക്കാൻ വേണ്ടി സ്പ്രേ അടിച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ മനസ്സിലായല്ലോ എല്ലാരും? പോ 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 പോ. ഇനിയിപ്പോ സൈക്കിളിന്റെ വാടക എങ്ങനെ കൊടുക്കും? ഇതല്ല. കേശവൻകുട്ടി പഴയ ആളെ അല്ലേ കുഞ്ഞെ? നല്ല തടിയും നിറവും ആളാകെ മാറിപ്പോയി. എന്താ ശങ്കരനെ വിട്ടിട്ട് നോക്കുന്നുണ്ടോ? ഓ കുഞ്ഞെ, ടെലഗ്രാം ഉണ്ട്. ടെലഗ്രാം. ടെലഗ്രാമോ? ആരാ ചത്തത്? കേശവൻകുട്ടി അയച്ചതാ. കേശവൻകുട്ടിയെ കേശവൻകുട്ടി എന്റെ പോലെ, അതിന്റെ പോലല്ല. എന്താ മോങ്ങുന്നേ? മോനെ, അയ്യോ അച്ഛാ, ഇത് ഞാൻ വരുന്ന വിവരത്തിന് 4 ദിവസം മുമ്പ് ഞാൻ തന്നെ അടിച്ച ടെലഗ്രാമാ. എടാ മണ്ടൂസേ, ചത്താലടാ കമ്പി അടിക്ക അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ലക്ഷ്മി ദേവിയെ കയ്യിൽ വെച്ചോണ്ടിരിക്കുമ്പോഴാ ഒരുമാതിരി ശൃംഗരിക്കാൻ വരുന്നത് തള്ളച്ചി. അയ്യടാ മുതുക്ക് നോക്കട്ടാ, ഒരു കാര്യവും പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. എന്താണ്? ആ പേർഷ്യവാസവണ്ണനോടെ നമ്മുടെ മോടെ കാര്യം ഒന്ന് ആലോചിച്ചാലോ? കൊന്നുകളയും ഞാൻ. ആ മുതുക്കൻ എന്റെ മോളെ എന്റെ മതി. കേശവൻകുട്ടിയായിട്ടുള്ള ആലോചനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കേശവൻകുട്ടി പുത്തമ്പണക്കാരനായി പോയില്ലേ ഭവാനി? ഇനി നമ്മളുമായി ഒരു ബന്ധത്തിന് തുനിയോ? വാസുവണ്ണനോട് നിങ്ങളൊന്ന് സംസാരിച്ചാ മതി. എന്റെ മനസ്സ് പറയുന്ന ഒരു സമ്മതിക്കുന്ന. ആണുങ്ങളെ വശത്താക്കാൻ നീ പണ്ടേ മിടുക്കിയാണല്ലോ. എന്താ പറഞ്ഞേ? സ്ത്രീധനത്തിന്റെ സദ്യയുടെ ഒക്കെ കാര്യം വരുമ്പോ ഞാൻ ഇടപെടാം. കണ്ണുവെട്ടത്ത് കെട്ടിച്ചു വിടുമ്പോ എന്നും കാണുകയും ചെയ്യാമല്ലോ. വന്നൂന്ന് കേട്ടു. പൊന്നമ്മയോ? ഞങ്ങള് പാവങ്ങള് ഇപ്പോഴും പഴയ കുടി തന്നെ ഉണ്ടേ. അങ്ങോട്ടുള്ള വഴിയും പഴയത് തന്നെ. വാസുവണ്ണൻ കടയിലിരിക്കുക. ഇന്ന് രാവിലെ ഞാൻ നിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. ഓ, ഇന്ന് രാത്രിയില് മറ്റാരെയാ വഴിക്ക് നടത്തണ്ട കേട്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടോ.
സക്സസ് സക്സസ്. ഇനി പേടിക്കാനൊന്നുമില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്നു. സംഭവം കുടലിലായി. എന്റെ 30 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇത് ആദ്യത്തെ സംഭവ. വളരെ നന്ദിയുണ്ട് വൈദ്യരെ. ഡോക്ടർ അല്ല ഡോക്ടറെ. പോവാം. ഇതൊരു 50 കുറവുണ്ടല്ലോ. അല്ല ഇത് മതി വൈദ്യരെ. ഡോക്ടർ അല്ല ഡോക്ടറെ, ശരീരം ഒന്നാകെ ഇളകിയതല്ലേ. വല്ല ചവനപ്രാശമോ കരിങ്കുരുക്ക് രസായനമോ മേടിച്ച് കഴിക്കാൻ ഒരു 50 രൂപ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അത് മാത്രമേ എൻ്റെ ഉള്ളൂ. പാലം കിടക്കോളം നാരായണ, പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയല്ലത്. എസ്റ്റിമേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ കേസ് അറ്റൻഡ് ചെയ്ത്. അയ്യോ എന്റെ പൊന്ന് വൈദ്യരല്ലേ. പൊന്ന് ഡോക്ടർ. അല്ല ഡോക്ടർ അല്ലേ. ഡോക്ടർ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ എക്സ്പ്രസിന്റെ പെടലിലായനെ. സാരല്ല, 4 ആൾ അറിയുന്നേ ഉള്ളൂ. 50 രൂപ കൂടി കൊടുക്കേട്ടാ. വല്യമ്മച്ചി കരിങ്കുരുക്ക് രസായനവും വേണ്ട, മരുന്ന് നിശ്ചയിക്കുന്നത് ഞാനല്ലേ. ജീരവെള്ളം കൊടുത്താൽ മതി. 50 രൂപ കൊണ്ടുവന്ന്. വിശ്വാസമായിട്ട് പോകാമല്ലോ. പിന്നെയും സംശയം ബാക്കിയോ? ഞാനേ ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയല്ല. കുട്ടിക്കാരാലോ. പോയിക്കോളൂ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. ഹലോ, ഒരു ചാർമിനാർ സിഗരറ്റ് തരാൻ. ഒരു ചാർമിനാർ സിഗരറ്റ് വേണം. എന്ത് മൈനാർ വേണമെങ്കിലും തരാം. കട തുറന്നിട്ടേ കൈനീട്ടം വിട്ടില്ല. അതുകൊണ്ട് ആദ്യം കാശ്. ഭഗവാനെ, ഭഗവതി, ഗണപതി ഭഗവാനെ. ഒന്നെടുക്ക്. കണ്ണ് തെറ്റിയ ഇന്ത്യയിൽ കിട്ടുന്ന ഈ ചാർമിനാർ നല്ല ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്റെ മകൻ ബോംബെയിലെ കുത്തബ് മൈനാറിൽ നിന്നും പേർഷ്യൻ ചാർമിനാർ കൊണ്ടുവന്നുണ്ട്. അതായത് ഈ അറേബ്യൻ ചാർമിനാർ. കണ്ട, ഇതിന്റെ കളർ എന്ന് കണ്ടാ പോരെ, നല്ല സ്വർണ്ണ കളർ. മഞ്ഞ കളറല്ലേ? അത് എന്റെ മോന് മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടാ കാണുന്നതൊക്കെ മഞ്ഞ. ചായ കൊണ്ടുപോടാ. അപ്പൊ പഞ്ചസാരയുടെ അസുഖം ഉണ്ടല്ലേ? എന്റെ മകൻ കേശവൻകുട്ടിയുടെ മണി ഓർഡർ വാങ്ങാൻ തുടങ്ങിയ അന്നാണ് ഈ കിങ് ഡിസീസിന്റെ ആരംഭം. മൂത്രം പരിശോധിച്ച് നോക്കിയോ? അതൊക്കെ പണ്ട് മൂത്രം പരിശോധിക്കലും മലം പരിശോധിക്കലും ഒക്കെ. ഇപ്പം ബാങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ഉണ്ട് അതിന്റെ കണക്കനുസരിച്ച് ഡയബറ്റീസിന്റെ അളവ് കണക്കാക്കുന്നത്. ഞാൻ പോവാ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? വലിയ പണക്കാരുടെ അസുഖത്തെ കുറിച്ച്. കണ്ടില്ലേ, എനിക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ അസൂയ. നീയൊക്കെ 10 ജന്മം ജനിച്ചാലും നിനക്ക് ഡയബറ്റീസ് വരില്ല. പണക്കാരനാവണം. അനന്താ 200 രൂപ കടന്താ. ബോംബെ വാല കേശവും കൂട്ടി വരുന്നുണ്ട്. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു ജാട. പണ്ട് ഇവിടെ പാക്കും പറിക്കൊണ്ട് നടന്നവനാ. ഇപ്പൊ ബോംബെയിൽ കള്ളക്കടത്തോ പിടിച്ചു പറയുകയൊക്കെയാണ് തൊഴില്. വല്ലവരും നന്നാവുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. താൻ തന്റെ കാര്യം നോക്കും. വാ. തമാശ പറയല്ലേ. അനന്തനെ കാണാനേ ഇല്ലല്ലോ. ഇടയ്ക്ക് വീട്ടിലോട്ടൊന്ന് വാ. വരാം, സമയമുണ്ടല്ലോ. ഞാൻ വന്നിരുന്നു. നല്ല ഉറക്കത്തിലായതുകൊണ്ട് ശല്യപ്പെടുത്താതെ തിരിച്ചു പോന്നു. സ്കോച്ച് അടിച്ചോണ്ട് കിറി കിടക്കരുതല്ലേ. ഞാനിപ്പോ മദ്യപിക്കാറില്ല. ഞാനും. അനന്തന്റെ വിവാഹം ഒന്നും ആയില്ലേ? മരണമായില്ലേ? വരണമായില്യം കൈമാറിയാ മതി, ബാക്കിയൊക്കെ ആയി. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. കൃഷ്ണ, നമുക്ക് പോവാം. അപ്പഴേ അനന്ത കുഞ്ഞെ, നമ്മുടെ ചായക്കടക്കാരി അമ്മണിക്കുട്ടിയായിട്ട് എന്താ ഒരു ലൈൻ? അതിന് കേശവൻകുട്ടിക്ക് എന്താ? അല്ല, എനിക്കൊന്നുമില്ല. പക്ഷേ തറവാട്ടുകാർക്ക് ചേർന്നല്ല. അല്ലല്ല. പോവാം. ഞാൻ പോയിട്ട് പിന്നെ വരാം. കൃഷ്ണ, ഇങ്ങനെ ഒരു പന്ന നാറിശാവും അല്ലേ അനന്ത? വൈദ്യരോ, ഞാൻ ഇന്ന് അങ്ങോട്ട് ഒന്ന് കാണാതിരിക്കായിരുന്നു. എന്താ കാര്യം? അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കാൻ പറ്റുമോ? ഞാൻ കുറച്ചു വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുന്ന ഗുസ്തി ഒന്ന് അവതരിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. നല്ല കാര്യമാണ് കേട്ടോ. എന്നാലും ഞാനായിട്ടൊരു ഗുസ്തി വേണോ? വൈദ്യര് വിചാരിച്ചാ ഞാൻ മരിക്കും. എന്താ? അല്ല, ജയിക്കും. എങ്ങനെ? ഈ ഉത്തേജക മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ടല്ലോ,
ഉണ്ടല്ലോ, ഉത്തേജക ചികിത്സ എന്റെ സ്പെഷ്യൽ ചികിത്സയാണ്. ആ മരുന്ന് കൊടുത്തിട്ടല്ലേ ഞാൻ ഇന്ന് ഈ കാണുന്ന പേരും പ്രശസ്തൊക്കെ ഉണ്ടാക്കിയേ. കൃഷ്ണനല്ലേ ഓടി വരുന്നേ? നിൽക്കട്ടെ, ആരാലും ഒരു ദുശകുലാണ് വരുന്നത്. വരട്ടെ. എടോ വൈദ്യരെ, ഡോക്ടർ. ആ ഡോക്ടറെ, താൻ എന്നെ ചതിക്കരുതല്ലേ. താൻ ചെയ്ത ചികിത്സ ഫലിച്ചില്ല, ഞാൻ മാറി. ഞാനൊരു കണ്ടോ എന്താണ് ഉത്തേജന മരുന്ന? അതതിന് ആണുങ്ങൾ ഉത്തേജന മരുന്നല്ല, ഇത് പെണ്ണുങ്ങളത്. പെണ്ണുങ്ങടെ താൻ ഇനി വിഷവീഴ്ചയും ചെയ്താൽ മതി. എന്റെ മേടിച്ച് 250 രൂപയും കൊണ്ട് ഞാൻ ഒരു കുസ്തിക്കാരനെ പറയട്ടോ. സംഗതി ഒത്തുന്ന തോന്നുന്നേ. നീ ബഹളം വെക്കാണ്ടിരിക്കും. സത്യത്തിൽ നിന്നെ കാണാൻ വേണ്ടി കുറി ഞാൻ വന്നത്. നിന്റെ മനസ്സറിഞ്ഞിട്ട് വേണം എനിക്ക് അച്ഛനോട് പറയാൻ. എനിക്കൊന്നും പറയാനുമില്ല, ഒന്നും കേൾക്കാൻ വേണ്ട, ഞാൻ പോകുന്നു. നിനക്ക് നിന്റെ അമ്മയുടെ കഴിവുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ നാട്ടുകാരെ വെറുപ്പിച്ച് പണം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന. ഇതെന്തോ ഈ പറയുന്നേ? അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടാന്നാ തോന്നുന്നു. എന്റെ ഗുരുവായൂരപ്പ, ഊണിലും ഉറക്കത്തിലും കുടിക്കുന്ന കാപ്പിയിൽ പോലും കേശവൻകുട്ടിക്ക് അമ്മണിക്കുട്ടിയെ കാണിച്ചു കൊടുക്കണേ. ബാബാ ഇരിക്കി ഇരിക്കി ഇരിക്കി. നമ്മളൊക്കെ അയൽവക്കക്കാരായിട്ട് കഴിയാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ അണ്ണാ? അടുത്ത വീട്ടുകാർ തമ്മില് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ? ഞാനും ഭവാനിയോട് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. വാസവണ്ണന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ സമയം കാലവും ഒക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും അങ്ങനെ ഇടിപിടിയൊന്നും പാടില്ലല്ലോ. ഇത്തിരി സാവകാശത്തിൽ സമാധാനത്തോടു കൂടി ആയാലല്ലേ മനസ്സിനൊരു തൃപ്തി വരുള്ളൂ. ആ അതെ അതെ. ഭാസ്കരൻ അവിടെ ഇല്ലേ? ഓ, ആ മനുഷ്യനുള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാ. അല്ലെങ്കിൽ ഈ ഗുസ്തിക്കാരന്മാരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എന്തിനും ഒരു ചുറുചുറുക്കൊക്കെ വേണ്ടേ? നമ്മൾ തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞോളാം. അല്ല, ഈ കാര്യമൊക്കെ ഭാസ്കരനാരോട് പറയണോ? ഷോ, പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? അത് മോശമല്ലയോ? ആ മനുഷ്യന്റെ കൂടെ മോളല്ലയോ അമ്മണിക്കുട്ടി? അല്ല, അത് അമ്മണിക്കുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ പ്രായത്തിന്റെ വ്യത്യാസേ. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഓ, എന്നാ പിന്നെ പ്രശ്നമില്ല. അല്ലെങ്കിൽ തന്നെ അമ്മണിക്കുട്ടിയേക്കാൾ 5-6 വയസ്സിന്റെ മൂപ്പല്ലേ കേശവൻകുട്ടിക്ക് കാണൂ. ഓ, കേശവൻകുട്ടിയുടെ കാര്യമായിരുന്നോ? അവര് തമ്മിലാണെങ്കിൽ അത്രേ കാണൂ. ഞാനറിയാതെ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഉറപ്പിച്ചോ? ആ വാ, ഇരിക്കി ഇരിക്കി. ഒരുവിധം അങ്ങനെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറിപ്പോയി. അങ്ങനെ മാറിയൊന്നും പോണ്ട. സ്ത്രീധനത്തിന്റെ പ്രശ്നമാണെങ്കിൽ 25 പവന്റെ സ്വർണവും 40,000 രൂപയും ഞാൻ തരും. വാസുവിനറിയോ, 5 പൈസ സ്ത്രീധനം വാങ്ങാണ്ട ഞാൻ ഇവിടെ ഇറക്കി കൊണ്ടുവന്നു. ആ, വാസു എന്ത് പറയണു? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷെ പെണ്ണിനും ചെറുക്കിനും ഇഷ്ടമാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഒരു പൊരുത്ത് നോക്കി കളയാം. എന്താ ഈ പുരപണിയും കല്യാണം എന്നൊക്കെ പറയണേന് അതിനൊക്കെ ഒരു സമയമുണ്ട്. സമയാവുമ്പോ എങ്ങനെയായാലും നടക്കും. കേശവൻകുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അവന്റെ കയ്യിൽ പൂത്ത പണമുണ്ട്. കേശവൻകുട്ടി നമ്മുടെ മരുമോനായിട്ട് വരണത് നമ്മുടെ മോളുടെ ഭാഗ്യം തന്നെ. ശരിയല്ലേ? അതിരിക്കട്ടെ, അമ്മണിക്കുട്ടിയോടും ചോദിക്കണ്ടേ? എന്തിന്? നമ്മൾ പറയണു, അവള് കേൾക്കണു. എല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ആ, അത് ശരിയാ. അമ്മേ, ഞാൻ കുളിക്കാൻ പോവാ. ആ, വേഗം ഇനി വരണേ.
കുളിച്ചു കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടെ കുളിക്കാൻ പോവാ. ഇതെന്ത് സ്വഭാവ? എന്ത് ചോദിച്ചാലും തർക്കൂത്തരേ പറയും. അമ്മണിക്കുട്ടി സോപ്പുണ്ടോ? എന്റെ സോപ്പ് വെള്ളത്തിൽ വീണു പോയി, മുങ്ങിത്തപ്പി എടുത്തോ. ദിവസം ഞാൻ മുങ്ങിത്തപ്പുന്നുണ്ട്. അഞ്ചും 3 8, 8 3 11, 11 3. അയ്യോ, കണക്ക് തെറ്റി. ഈ പാട്ട് പെട്ടി തല്ലി പൊളിച്ചു കളയാൻ ഈ പഞ്ചായത്തിൽ ആരും ഇല്ലേ? അല്ല, ഭാസ്കരൻ മാവൻ എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു. ഉവ്വ്, അന്വേഷിച്ചു. ഞങ്ങളുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടാവുമ്പോ ആദ്യം അറിയിക്കേണ്ടത് അനന്തനെയല്ലേ? നീ ഞങ്ങളുടെ സ്വന്തം മോനെ പോലെയാ. അമ്മണിക്കുട്ടിയുടെ കാര്യം ഈ പറഞ്ഞു വരണേ. ജാതകങ്ങൾ വെച്ച് നോക്കിയപ്പോ കേശവൻകുട്ടിയായിട്ട് നല്ല പൊരുത്താ. അല്ല, അമ്മണിക്കുട്ടി അവൾ എന്ത് പറയാനാ? പിന്നൊരു കാര്യം, ഇക്കുറി തേങ്ങ ഇടുമ്പോ 10 300 നല്ല തേങ്ങ മാറ്റിയിട്ടേക്കണം. വേറൊന്നുകൊണ്ടല്ല, അടപ്രഥമനും പായസത്തിനൊക്കെ വേണ്ടേ? ഒന്ന് വേഗം എഴുന്നള്ളുണ്ടാ. ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള പാടേ അമ്മാവനെ അറിയിക്കണം, അമ്മായിനെ അറിയിക്കണം, തെങ്ങേറ്റക്കാരൻ. മോളെ അമ്മണി, ഞങ്ങൾ വരാൻ ഒരുപക്ഷെ അല്പം താമസാലേ നീ ആ പൊന്നിയെ വിളിച്ച് കൂട്ടുകിടത്തണം കേട്ടോ. എന്താ ഈ സ്വകാര്യം പറയുന്നത്? സ്വകാര്യമൊന്നും അല്ലെന്ന്, പൊന്നിയെ വിളിച്ച് കിടത്താൻ പറയാ. പിന്നെ പശുവിനെ അയച്ച് തൊഴുത്തി കെട്ടിക്കോളൂട്ടോ. വാ, ഇനിയിപ്പോ ഏത് ബസ് കിട്ടും? നിന്റെ അച്ഛന്റെ ബസ് കിട്ടും. ഒരുക്കി കൊണ്ടുവരാനുള്ള കഷ്ടപ്പാട് എനിക്കറിയുള്ളൂ. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് അനന്തേട്ടൻ അച്ഛനെ കണ്ടു പറയണം. നീ കരയാതെ, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാകും. അവര് തമ്മിൽ ആലോചിച്ചാലേ ഉള്ളൂ. ആ കേശവൻകുട്ടിയെ കൊണ്ട് എന്നെ കെട്ടിക്കുമെന്ന് ഉറപ്പായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നേരെ ഒരുപാടായി. മാത്രമല്ല, നമ്മൾ രണ്ടാളും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ആരും കാണണ്ട. അമ്മണിക്കുട്ടി വീട്ടിലേക്ക് പോയിക്കോളൂ. രാത്രി 11 മണിക്ക് നിന്റെ അച്ഛനും അമ്മയും ഉറങ്ങിയതിന് ശേഷം ഞാൻ വരും. കതകിന് 2 പ്രാവശ്യം മുട്ടും, അന്നേരം തുറക്കണം. ബാക്കി നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. എന്റെ ഉണ്ണിയാർച്ചയെ ഞാനല്ലാതെ വേറെ ആരും കെട്ടാൻ പോണില്ല. പോരെ? പോ. അനന്തകുഞ്ഞെ, എന്താ ശങ്കര? നമ്മുടെ കൃഷ്ണന് വിഷം തേണ്ടി. എപ്പോ? 1 മണിക്കൂറാണ്. വൈദ്യരുടെ വീട്ടിൽ എത്തിച്ചിട്ടാ ഞങ്ങൾ വരുന്നത്. വാ, പോവാം. ഇവൻ ഈ രാത്രിയിൽ എവിടെ പോവാ?
ഇപ്പൊ തലേ കയറും വൈദ്യരെ. തലേ കയറാണ്ടിരിക്കാനാണ് വിഷക്കല്ല് വെച്ചത്. വിഷം വലിച്ചെടുത്ത ഉടനെ കല്ല് താഴെ വീഴും. അനന്ത രാജവെമ്പാല കടിച്ചാണെന്നാണ് വൈദ്യര് പറയുന്നത്. അയ്യോ അയ്യോ. ഒന്നും സംസാരിക്കണ്ട. ഇപ്പൊ വിഷം ഇറങ്ങി തുടങ്ങിയെന്നാണ് തോന്നണേ അനന്ത. ഇത്ര വേദന. ഉറങ്ങാൻ അനുവദിക്കരുത്. ഉറങ്ങിയാൽ വിഷം ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. അനന്താ ഇതൊന്ന് പിടിച്ചാട്ടെ, ഞാൻ പോയി ഒരു മരുന്ന് എടുത്തോണ്ട് വരാം. ഇതും പിടിച്ചോണ്ട് ഉരുള് പോലെ നിക്കാതെ ഇവിടെ ഇരുന്ന് വീശിത്ത അനന്ത. അയ്യോ 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 എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മണിക്കുട്ടി, കൃഷ്ണനെ കടിച്ചത് പാമ്പായിരിക്കില്ല, നീർക്കോലി ആയിരിക്കും. ശരിയാ, അതാ ഇന്ന് രാവിലെ കൃഷ്ണൻ ചേട്ടൻ വൈദ്യടുത്തൊന്നും പോകുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? പണ്ട് ഞാൻ കോട്ടയത്ത് ഗുസ്തിയും കഴിഞ്ഞ് രാത്രി മടങ്ങി വരുമ്പോ നമ്മുടെ ആ കൈതക്കാട് ജംഗ്ഷനിൽ വെച്ച് എന്തോ ഒന്നിന്റെ പുറത്ത് ഞാൻ ചവിട്ടി. ഞാൻ പിന്നെ കാലുയർത്താണ്ട് അമർത്തിയൊരു തേപ്പങ്ങോട്ട് തേച്ചു. തീപ്പെട്ടി ഉരച്ചു നോക്കുമ്പോ ഏതാണ്ട് അവിടുന്ന് തൊട്ട് ദിപിടം വരെ നീളം. വിശ്വസിക്കോ? ദീ കനം ഒരു മൂർക്കം പാമ്പ് ചത്തു മലന്നു. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് വാസു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ അറബി പാമ്പായിട്ട് കഥ കൂടി കേൾക്കാമായിരുന്നു. ഇതൊക്കെ തിന്നാൻ നിന്റെ ഒരു റൊക്കം കാശില്ല. അപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞത് കേൾക്കേണ്ടി വരും. എനിക്കിടാ നീ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാ? അല്ല ഉണ്ടെങ്കിൽ ചോദിച്ചോ. സംശയമില്ല. ഈ നാട്ടുകാരെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മണിക്കുട്ടി, കുളിക്കുന്നില്ലേ? അശുദ്ധിയൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് പോകുന്നുണ്ടോ? എന്താ ഇത്? ഇന്നലെ രാത്രി മുതൽ നീ എന്റെ കിടന്ന് ബഹളം വയ്ക്കാതെ. ഇന്ന് രാത്രിയിലും ഞാൻ വരും. പറ്റാതെ പറയണ്ട.
എടാ മിണ്ടാതിരിക്കാൻ. അനന്ത കേശവൻകുട്ടി ഈ പാതിരാത്രിക്ക് തമ്മി തല്ലിച്ചാവാൻ ഇവിടെ എന്താ ഉണ്ടായത്? എന്തുണ്ടായെന്നോ പോയി മോളോട് ചോദിക്കും. നാലഞ്ച് നാളെ ശ്രദ്ധിക്കായിരുന്നു. ഇവൻ എന്ന് രാത്രിയിൽ തന്റെ മകളുടെ കൂടെ കിടന്നോണ്ടിരുന്നത്. എടാ മഹാഭാവി, ദൈവത്തിന് ഇറക്കാത്ത പറയരുത്. പാതിരായ്ക്ക് വാദ തുറന്നു കൊടുക്കുന്ന മകളെ ചെന്ന് ശാസിക്ക്. കേശവകുഞ്ഞെ ഇല്ലാത്ത പറയരുത്. ഓടാ ഓടാ അവിടുന്ന്. ദാ എന്നോട് ഇത് ചെയ്തല്ലോടാ. എനിക്ക് വയ്യ ഭവാനി. എനിക്ക് പറയാനുള്ള ഒന്ന് കേക്ക്. ഇനി ഒന്നും പറയണ്ട. നോക്കി നിൽക്കാ തല്ലി കൊല്ലണവനെ. ഇനി അളിന് എപ്പോ വേണമെങ്കിലും അവളുടെ അടുത്ത് പോവാമല്ലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. നീ എന്താ കഴിക്കാത്തത്? എടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട, ഞാൻ കൂടി നിർത്തി. ഇനിയിപ്പോ ബാറുകളൊക്കെ അടച്ചു പൂട്ടിയത് തന്നെ. യേശുൻകുട്ടി, ഇതൊക്കെ മഹാപാപമാണ്. മര്യാദക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ജീവിച്ചില്ലല്ലോ. നിന്റെ ശവം ആറ്റിൽ ഒഴുകി നടക്കും, മനസ്സിലായോ? ഇത് കഴിച്ചു, നിന്റെ ദുഃഖവും സഹതാവും ഒക്കെ മാറിക്കിട്ടും. കൃഷ്ണൻ നമ്മുടെ ആളല്ലേ. വന്നല്ലോ. കാത്തിരിക്കായിരുന്നു. വരണം വരണം. നമസ്കാരം നമസ്കാരം. വന്നോട്ടെ. ഇതെന്റെ കുടുംബ വീടാ. പണി മുഴുവൻ തീർന്നിട്ടില്ല. പക്ഷെ ബോംബെയിൽ എന്റെ മോനെ സ്വന്തമായിട്ടൊരു 5 നില കെട്ടിട്ടുണ്ട്. അതൊരു മാർവാടിക്ക് വാടക കൊടുത്തിരിക്ക. മോനെ മോനെ എടാ. ഓ ക്ഷമിക്കണം കേട്ടോ, മറന്നുപോയി. ഓടി കഴിക്കൂ. കേശവൻകുട്ടി, വാ വാ. ഇതാണ് എന്റെ മോൻ. എന്റെ മോനായതുകൊണ്ട് പറയല്ല, ഇത്രയും സൽഗുണസമ്പന്നനായ ഒരു പയ്യനെ ഈ മലയാള ഭൂമി കിട്ടില്ല. മോനെ നമ്മുടെ വേലായുധം കൊണ്ടുവന്ന ആലോചനക്കാരാ. കേശവൻകുട്ടി ബോംബെയിൽ പോയിട്ട് എത്ര നാളായി? 8 വർഷമായി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വേലായുധം പറഞ്ഞിട്ടുണ്ടാവില്ലോ. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ആകെ കൂടി ആണും പെണ്ണുമായി സുജാത മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജാതകപ്പൊരുത്തം നോക്കി ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം കൂടെ നടത്താം. ശരി ശരി. എന്നാ നമുക്ക് അകത്തോട്ടിരിക്കാം. യാത്ര ചെയ്ത് വന്ന ക്ഷീണമൊക്കെ കാണുമല്ലോ. എന്താ എഴുന്നേൽക്കാം. അങ്ങോട്ട് നടക്കുക. സ്വന്തം വീട് പോലെ നമ്മൾ കഴിക്കാൻ മതി. എനിക്ക് സങ്കടമുണ്ട് കുഞ്ഞെ. ദുഷ്ടനാ, ദുഷ്ടൻ. കുഞ്ഞിന്റെ സങ്കടം ദൈവം കാണണുണ്ട്. നോക്കിക്കോ, അനന്തം കുഞ്ഞ് വരും. ശങ്കരേട്ടനും പറഞ്ഞു. കല്യാണത്തിന് ഞാൻ വരില്ല.
മറ്റുള്ളവരുടെ അർത്ഥം വെച്ചുള്ള സംസാരവും നോട്ടവും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ. പൊന്നിക്കും ശങ്കരനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ, സൂക്ഷിച്ചിറങ്ങും മോളെ. ഹായ് ഹായ്, വരൂ വരൂ വരൂ. അയ്യടാ, അങ്ങോട്ട് കാല് നല്ലോണം. ഇനി വലത് കാല് വെച്ചും കൂടി കയറൂ. നീയും വലത് കാല് വെച്ച് കയറടാ. നിങ്ങളൊക്കെ ഇഷ്ടമുള്ള കാല് വെച്ച് കയറിക്കോളൂ കേട്ടാ. ഓ വാ വാ വാ, കേറി വാ, അകത്തോട്ട് കേറി വാ. എല്ലാരും സദ്യ കഴിഞ്ഞേ പോകാവൂ. പൊക്കോ 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 പൊക്കോ. എന്തിനാണ് നിന്ന് മോങ്ങുന്നത്? നശിച്ചവൾ എല്ലാം വരുത്തി വെച്ചിട്ട് നീ അനുഭവിച്ചു. ഇതെല്ലാം കാണാൻ എന്നെ തനിച്ചാക്കിട്ട് പോയില്ലേ? നവവധുവിന്റെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഇരിക്കേ ഇരിക്കേ. സത്യത്തിൽ പാലും ഞാനും മൂന്നാം നാളാ. എങ്കിലും സുജാത കൈകൊണ്ട് തരുന്നതല്ലേ. സുജാതെ, എനിക്കിപ്പോ തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന്. അല്ലെങ്കിൽ സുജാത എനിക്ക് എന്റെ ഭാര്യയായിട്ട് കിട്ടുമായിരുന്നു. ഇഷ്ടപ്പെടുന്നതെന്തും സ്വന്തമാക്കുക എന്നുള്ളത് എന്റെ സ്വഭാവമാണ്. ജാതകപ്പൊരുത്തത്തിന്റെ കാര്യം പറഞ്ഞ് സുജാതയുടെ അച്ഛനങ്ങാനെ നിരാശപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പണ്ട് രാവണനെ സീതയെ തട്ടിക്കൊണ്ട് പോയില്ലേ, അതുപോലെ നിന്നെ കൊണ്ട് ഞാൻ ബോംബെക്ക് പറന്നേനെ. സംസാരിച്ചിരുന്ന് നേരം വെളുപ്പിക്കുന്നൊരു മണ്ടനായിരിക്കും സുജാതയുടെ മനസ്സിൽ ഞാനിപ്പോ.
ആരാ അത്? മോളെ, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുമോ? ദൈവം നിനക്ക് നല്ലതേ വരുത്തും. എന്റെ മോൻ കാണിച്ച തെറ്റിന് ഞാൻ നിന്നോട് അമ്മേ, അനന്തേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടി അമ്മണിക്കുട്ടി, നടക്കണേ വീട്ടിലേക്ക്. ഇനി മുറ്റത്ത് കാലെടുത്ത് കുത്തിയ കൊന്നുകളെ ഞാൻ. വാ ഇവിടെ. നിനക്കില്ലേ സമാധാനമില്ലേ? അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്കമ്മേ. നീ എന്താ പറയാൻ പോന്നെ? അമ്മേ, അമ്മേ, അനന്തേട്ടൻ നിരപരാധിയാണമ്മേ. ഒരുമ്പട്ടോളെ, സത്യമാണ്. ഈ നിമിഷം വരെ അനന്തേട്ടൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. എടാ മഹാഭാവി, ഇപ്പൊ തന്നെ ഞാൻ അവനോട് ചോദിക്കും. വേണ്ടമ്മേ, ഒന്നും അറിയാതെ വന്നു കയറിയ ഒരു പെൺകുട്ടി ഉണ്ട് ആ വീട്ടിൽ. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോവരുത്. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. എല്ലാവരും ചേർന്ന് എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി. സത്യം അറിയാതെയാണെങ്കിലും ഞാനും അനന്തനെ തെറ്റിദ്ധരിച്ചു. ലക്ഷ്മിയമ്മ വിഷമിക്കാതെ, അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, നമുക്ക് അന്വേഷിക്കാം. അനാഥ പ്രേതങ്ങൾ വല്ലതും കണ്ടതായിട്ട് പത്രത്തിലുണ്ടോ എന്ന് നോക്കി ശേഷംകുട്ടി വായിച്ചിട്ട് വിശദമായിട്ട് വിവരം പറയൂ. എന്താ തന്റെ വല്ലവരെ കാണാൻ പോയിട്ടുണ്ടോ? നമ്മുടെ അനന്തൻ കുറിപ്പ് പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞില്ലേ? ചായ. കാല് മാറ്റട്ടെ. പഞ്ചാര ഇട്ടിട്ടുണ്ടല്ലോ. എന്താ മുഖത്തൊരു ക്ഷീണം? ഇന്നലെ ഉറങ്ങിയില്ലല്ലേ? വീട് മാറി കിടന്നുകൊണ്ടായിരിക്കും. ഉറക്കം വരില്ല. എനിക്കും അങ്ങനെ വീട് മാറി ഉറക്കമേ വരില്ല. കൃഷ്ണ അല്ലേ? ചായ കുടിക്കുക. ചാരായ വലിയ ഇത് ഒറ്റ വലിക്ക് അകത്താക്കാൻ. ചായ ചൂടാ. നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് പോണം. ഓ, ഇനി അത് വേണോ? 4 ആൾ അറിയ ഒരെണ്ണത്തിനെ കിട്ടിയില്ലേ? ആ നമ്പൂരിയുടെ പറമ്പിൽ ഇടപാടുന്ന. അയ്യോ, ആ പറമ്പിലല്ലേ അമൃതം പൊന്നമ്മ കുടിയടക്കുന്നത്. അത് നമുക്ക് വഴി ഉണ്ടാക്കണം. ചായ കുടിച്ചോട്ടെ. ഇവള് സമ്മതിക്കാത്തോണ്ടാ. ഞാനില്ലെങ്കിൽ അവനെ അരിഞ്ഞിട്ടേനെ. അനന്തൻ എങ്ങോട്ടാണ് പോയതെന്ന് ഒരു വിവരവും ഇല്ലല്ലോ ഭവാനി. അനന്തം വരുവക്ക, എന്റെ മനസ്സ് പറയുന്നു. എല്ലാവരും എന്റെ കുഞ്ഞിനെ പഴിച്ചല്ലോ. ആ, എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കാം. ആ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭവാനിക്ക് കട തുറന്നുകൂടെ? ഞാനും അമ്മയോട് പറഞ്ഞതാ. പറയുമ്പോ തീർന്നു. അങ്ങനെ വിചാരിച്ചാൽ എങ്ങനെയാ? കട തുറക്കണം. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി എല്ലാം നേരിടുക തന്നെ. എന്താ വേണ്ടതെന്ന് വെച്ചാല് ചോദിക്കാൻ മടിക്കണ്ട. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അക്ക. വാടി. മഹാലക്ഷ്മി, മോളെ മഹാലക്ഷ്മി, ഈ വീട്ടിന്റെ റാന്തലെന്ത്? ഈ വീട്ടിലെ നിലവിളക്കവിടെ. മഹാലക്ഷ്മി. മഹാലക്ഷ്മിയോ? പിന്നല്ലാതെ നീ സുജാതയല്ല, മഹാലക്ഷ്മിയ. ഈ വീടിന്റെ നിലവിളക്കാണ്. നീ എന്റെ മരുമകളല്ല, എന്റെ മകളാണ്. എന്റെ പല്ലു,
എന്റെ കണ്ണും എന്റെ മൂക്കും ആണ് നിനക്കുള്ളത്. നിന്റെ ചിരിയാണ് എന്റെ ചിരി. എന്റെ മോക്ക് മഹാലക്ഷ്മി എന്ന് പേരിടാതെ സുജാത എന്ന് പേരിട്ട നിന്റെ അമ്മയെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അകത്ത് പോകാം. ബോംബെ എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്നത് അത്ര ദൂരമൊന്നുമില്ല. ജീവിക്കാൻ വേണ്ട കാശും സ്വന്തമായ ഒരു ഫ്ലാറ്റും ഉണ്ടെങ്കിൽ പരമസുഖമാണ്. എനിക്ക് നാട്ടിൽ കഴിയുന്നതാ എനിക്കിഷ്ടം. എനിക്ക് നേരെ മറിച്ച ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളോട് യോജിച്ചു പോകുന്നതല്ലേ ഒരു ഉത്തമ ഭാര്യ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചേട്ടന്റെ ഇഷ്ടം എന്താണോ അതാണ് എന്റെ ഇഷ്ടം. ഞാനൊരു കാര്യം തിരക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താണാവോ എന്റെ പ്രിയതമയ്ക്ക് അറിയേണ്ടത്? ആ വീട്ടുകാരന് നമ്മളോട് മിണ്ടില്ലേ? അവരൊന്നും നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റി നടക്കാറില്ല. നീ വന്നേ എനിക്ക് വിശക്കുന്നു. ഇത് വെച്ചു. എന്താ കുഞ്ഞേ ഇത്? ഈ പറമ്പ് ഞാൻ വാങ്ങിയ വിവരം പൊന്നമ്മ അറിഞ്ഞാണല്ലോ. എനിക്ക് ഇവിടെ ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. 5000 രൂപയുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ പൊന്നമ്മ സൗകര്യമായിട്ട് എങ്ങോട്ടെങ്കിലും മാറണം. 15 വർഷമായി ഞാൻ. പൊന്നമ്മേ മാറിയേ പറ്റൂ. എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. കൃത്യമായി വാടക തരുന്ന സ്വഭാവമായിരുന്നു ഭാസ്കരൻ നായരുടേത്. ഇനിയിപ്പോ കടയൊന്ന് പച്ച പിടിക്കുന്നവരെ എനിക്ക് വാടക വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് സഹായങ്ങളായില്ലേ. ഭവാനി ഒന്നും പറയണ്ട. എല്ലാരും ഇരുന്നാട്ടെ, ചായ കുടിച്ചിട്ട് പോയാ മതി. ആദ്യത്തെ ചായ ഞാൻ തന്നെ എടുക്കാം. ഇരുന്നാട്ടെ, അങ്ങോട്ട് ഇരുന്നാട്ടെ. ചേട്ടാ, അലമാര ഇരുന്നെന്റെ ഓർണമെന്റ്സ് ഒന്നും കാണുന്നില്ല. ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ഞാൻ അതെടുത്തങ്ങ് പണയം വെച്ചു. വളരെ നാളായുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു കാർ വാങ്ങാന്നുള്ളത്. ആ നമ്പൂരിയുടെ പറമ്പിന്റെ ഇടപാട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് ബാലൻസ് തീർന്നു പോയി. അതുകൊണ്ടാ. എന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യയുടെ സമ്മതം ചോദിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. അതിനു മുമ്പ് ആഭരണങ്ങൾ. നിന്റെ തന്ത ചത്തുപോയി നിന്ന് പോങ്ങാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭാര്യയാണെന്ന് കരുതി എന്നെ ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഞാൻ പറഞ്ഞ ശരി, മനസ്സിലായോ? നിനക്കൊന്നും തോന്നരുത്. എന്റെ സ്വഭാവം എങ്ങനെയായി പോയി ഇന്ന് കരുതി എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. അവിടെ പോയിരിക്കും. മടങ്ങിപ്പോയാലുടൻ ആഭരണങ്ങൾ മുഴുവൻ തിരിച്ചെടുക്കാനുള്ള പണം ഞാൻ എത്തിച്ചേരാം. ഒരു സിപ്പ്. എനിക്ക് വേണ്ട. നിന്റെ വിഷമം മുഴുവൻ മാറട്ടെ. നിർബന്ധിക്കരുത്. ഓ, സംസ്കാരമില്ലാത്ത ഈ ശവത്തിനെ എന്റെ തലയെ കെട്ടിവെച്ചല്ലോ ഈശ്വരാ. കേശവൻകുട്ടി, കേശവൻകുട്ടിയില്ലേ? ഉണ്ട്. ആരാ? ഒരു ഫ്രണ്ടാ, സുധീർ. കയറിയിരിക്കും. ഇങ്ങെത്തിയോ? ഹലോ, ഞാനിന്ന് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നാളെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യാം. ഓ, ആയിക്കോട്ടെ. നമ്മൾ വാങ്ങുന്ന കാറ് ഈ സുധീറിന്റെയാ. ഞാൻ നിന്നെ നാളെ രാവിലെ വന്ന് കണ്ടോളാം. ഓ, എന്നാ ഞാൻ ഇറങ്ങുന്നു. ഓ ശരി. അപ്പൊ പറഞ്ഞ പോലെ. എന്നിട്ട് അനന്തം പിന്നെ ഇവിടേക്ക് വന്നിട്ടേ ഇല്ല. എങ്ങനെ വരാനാ? നാട്ടുകാരുടെ വിചാരം ഇപ്പോഴും ഇവിടുത്തെ കേശവൻകുട്ടി കുഞ്ഞ് പറഞ്ഞതാ ശരിയെന്നല്ലേ?
പൊന്നമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഏതാണുങ്ങളുടെ മനസ്സിലിരിക്കുന്ന രഹസ്യവും ഈ പൊന്നമ്മ അറിയും. അപ്പൊ കുഞ്ഞെ, കെട്ടിയോ നല്ല ഗുണത്തിൽ ഇരിക്കുമ്പം പറഞ്ഞ് പൊന്നമ്മ ഒന്ന് സഹായിക്കണം. എനിക്ക് എന്റെ കുടി വിട്ട് എങ്ങും പോവാൻ വയ്യ. ആ കേശവൻകുട്ടിയുടെ കാറ് വന്നു. മോനെ ഒന്ന് മാറ, മോനെ ഒന്ന് മാറട മരപ്പെട്ട് മോനെ. കേശവൻകുട്ടി വാങ്ങിച്ച കാറാണോ ഇത്? ആ കേശവൻകുട്ടി വാങ്ങിച്ച കാറാണ്. പക്ഷെ എനിക്കാണ്. പിന്നെ ഇതേമാതിരി 3 എണ്ണം ബോംബെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് കിട്ടിയില്ല. മോനെ, നീ അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്റെ കപ്പലും കൂടെ കൊണ്ടുവരണം. എനിക്ക് ഇവിടുത്തെ ആറ്റിൽ ചോട്ടാനാണ്. എന്നാലേ നിന്റെ അച്ഛന്റെ പേരും നെലി ഈ നാട്ടുകാർക്ക് മനസ്സിലാവും. ഒന്ന് കാണട്ടെ. മാങ്ങ എന്നീ കറി കഴിച്ചിട്ട് ഈ നാട്ടിലൊക്കെ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുപോടാ. ആ കൈയെടുക്ക് പെയിന്റ് പോവും. ചാരല്ലേ എന്താ ഇങ്ങനെ? എന്തിങ്ങനെ കണ്ട അലവരാളിക്ക് കയറിയിരിക്കാനുള്ള കാറല്ലേ? അപ്പോ കണ്ടില്ലേ? അപ്പോ സ്ഥലം വിട് പോ. ഒന്ന് മാറുക പിള്ളേരെ. എല്ലാം കൊല്ലും ഞാൻ. മാറിയിരിക്കേ, ഞാനിരിക്കട്ടെ. എന്താണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. മോനെ കണ്ടല്ലേ? മാറുക മാറ്. എടാ, ഇവൻ ചത്തില്ലേ? ഈ നശിച്ചവനെതിരെ അച്ഛൻ ഈ കാറിൽ ആദ്യമായി യാത്ര ചെയ്യണ്ട. മോനെ, നീ എവിടെയായിരുന്നടാ? അമ്മ എന്തുമാത്രം വിഷമിച്ചു. ഞാൻ മാമന്റെ അടുത്തായിരുന്നു, ബാലമാമന്റെ അടുത്ത്. എന്നിട്ട് എന്താ നീ ഇതുവരെ അറിയിച്ചില്ല? അമ്മ വാ പറയാം. എല്ലാം കൂടി 1000 രൂപ കൂടുതൽ കിട്ടാനുണ്ടമ്മേ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിലും മുഖം നോക്കാതെ കടം കൊടുക്കുന്ന സ്വഭാവമായിരുന്നു നിന്റെ അച്ഛൻ്റെ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവേ ചെരുപ്പിന്റെ വാർമർ പൊട്ടിപ്പോയടാ. വീട്ടിലെ ബിസിനസ് പോരാഞ്ഞിട്ട് ചിലവര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാവം ആ അമൃതം പൊന്നമ്മയുടെ കാര്യ കഷ്ടം. അമൃതം പൊന്നമ്മ വെരി ഓൾഡ് ആയി പോയില്ല ചേട്ടാ. അതിനല്ലടാ പുതിയത് ഇറങ്ങിയത്. ഞാനാണ് ഉർവശിയുടെ അമ്മ, ഞാനാണ് രമ്പാന്ന് മോള്. രണ്ടും താടകയാണ്. ഓരോരുത്തരുടെ യോഗം. ആ നടക്കട്ടെ നടക്കട്ടെ. നമ്മൾ പറഞ്ഞിട്ട് എന്താണ് സിബിഐ കാര്യം? നടക്കട്ടെ. ചേട്ടാ ഞാനൊന്ന് പോയി നോക്കിട്ട് അത് ഓക്കേച്ചും വാ പോ. അമ്മിണിക്കുട്ടി എന്നല്ലേ പേര്? എന്നോട് എന്തിനാണ് വെറുപ്പ് കാട്ടുന്നത്? ഞാൻ ഒന്നും അറിയാതെ വന്നു കയറിയവളല്ലേ. അമ്മിണിക്കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വേദനയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ ഭർത്താവ് ചെയ്ത തെറ്റിന് ഞാൻ അമ്മിണിക്കുട്ടിയോട് മാപ്പി ചോദിക്കുന്നു. ഞാനും ഒരു സ്ത്രീയല്ലേ.
എന്നാലും എന്റെ കേശവൻകുട്ടി, നിന്റെ പെണ്ണിൽ നിന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചല്ല. കുടുംബത്തിൽ പിറന്ന കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരും അമ്മച്ചിമാരും കുളിക്കുന്നത് ഞാൻ ദിവസവും നോക്കിക്കൊണ്ട് നിൽക്കുന്നവനാണ്. അവരോടൊന്നും സംസാരിക്കാതെ നിന്റെ ഭാര്യ അമ്മണിക്കുട്ടിയോട് മാത്രം സംസാരിക്കുന്നത് നിന്റെ ശനിദേശയുടെ തുടക്കമാണ്. മനസ്സിലായില്ലേ? അവളെ പറഞ്ഞ് വിലക്കണം. ഇല്ലേ നിന്റെ ഗതി അതോ ഗതി. നീ കുളിക്കടയിൽ പോയോ? പോയി. അവിടെ വെച്ച് ആരോടെങ്കിലും സംസാരിച്ചോ? സംസാരിച്ചു. ആരോട്? അമ്മണിക്കുട്ടിയോട്. അമ്മണിക്കുട്ടിയോ? അവളെന്ത് ആരാടി? എന്റെ ആരുമല്ല, ആരും ആയിരുന്നുമില്ല. എന്ത് പറഞ്ഞു? നീ എന്നെ മര്യാദ പഠിപ്പിക്കാതായോ? തൊട്ടു പോകരുത് എന്നെ. നിങ്ങളുടെ ഇഷ്ടത്തിന് തുള്ളുന്ന പാവയാണ് ഞാനെന്ന് കരുതിയോ? എന്താണ് അതിന്റെ അർത്ഥം? ദയവ് ചെയ്ത് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കണം. ഈ വീട്ടിൽ നിന്ന് നീ ജീവനോടെ പുറത്തു പോകില്ല. നീ എന്ത് ഭാവിച്ചുകൊണ്ടാണ്? എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. അച്ഛന്റെ കാര്യം നോക്കിയാൽ മതി. ഇങ്ങോട്ടിരിക്കൂ. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി മോനെ. നിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിക്കണം. അതോർത്ത് വിഷമിക്കണ്ട, എനിക്കൊരു പരിഭവമില്ല. ചായ കുടിക്കും മോനെ. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതാ. ഞാൻ ഇറങ്ങട്ടെ. ഇതെന്താ ഈ പാത്രത്തിൽ? പ്രസാദാ? എനിക്ക് തോന്നി. കേശവൻകുട്ടിയുടെ വീടേതാ? ഞാൻ ബോംബെയിൽ നിന്ന് വരിക. എന്റെ മകളെയാ കേശവൻകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നത്. കേശവൻകുട്ടി അറിയില്ലേ? സുജാതയുടെ അച്ഛനാണല്ലേ? ഏത് സുജാത? ഞാൻ പറഞ്ഞ ആലിസിന്റെ കാര്യ. കേശവൻകുട്ടി നാട്ടിലേക്ക് പോന്ന ശേഷം ഒരു കത്ത് പോലും അയക്കാത്ത കാരണം അവൾ ആകെ തളർന്നിരിക്കുക. അവൾക്ക് കത്തയച്ചില്ലെങ്കിലും പോട്ടെ, കൊച്ചുമോനെങ്കിലും ഒരു കത്ത് അയക്കായിരുന്നു. കൊച്ചുമോനെന്ന് പറഞ്ഞ? കേശവൻകുട്ടിയുടെ മോൻ തന്നെ. വരട്ടെ, ഒക്കുമെങ്കിൽ നാളെ തന്നെ കേശവൻകുട്ടി അങ്ങോട്ട് തിരിച്ചു പോകണം. ഭഗവാനെ, കടയടക്കി. കടയടക്കി? നിസ്സകരിച്ച ഞാൻ കട തുറക്കാൻ പോവാ. ഇനി ഈ കട തുറക്കണോ അടയ്ക്കണോ എന്ന് ആനന്ദം തീരുമാനിക്കും. ഈ കട കേശവൻകുട്ടിയുടെ അച്ഛൻ വാസുവിൻ്റെതാ, അതായത് എന്റെ. അനന്തന്റെ അച്ഛൻ്റെതല്ല. ഞാൻ ഈ കട തുറക്കും, കച്ചവടം ചെയ്യും. നാട്ടുകാരെ പറ്റി നടന്നു. കേശവൻകുട്ടി, ഈ കട ഇന്നു പോലെ എന്റെ ആണ്. കട ഞാൻ പൊളിക്കും. തടയാനാണ് ഭാവമെങ്കിൽ നിന്റെയും നിന്റെ തന്തയുടെയും ശവമായിരിക്കും ബാക്കി. ഈ അക്രമത്തിന് പകരം ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? അച്ചടങ്ങിയിരിക്കെ. ഇതിനെന്ത് പകരം ചെയ്യണമെന്ന്
കേശവൻകുട്ടിക്ക് അറിയാം. വാ അടിച്ചു പൊളിക്കടാ. അന്തേട്ടാ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? താനാരാ ചോദിക്കാൻ? ഈ പറമ്പ് ഇപ്പൊ കേശവൻകുട്ടിയുടേതാ. അയാൾ പറഞ്ഞു ഒളിച്ചു മാറ്റാൻ അതിനുള്ള കൂലി മുൻകൂർ വാങ്ങിയിട്ടുണ്ട്. കൂലി തിരിച്ചു കൊടുത്തിട്ട് കേശവൻകുട്ടിയോട് പറഞ്ഞേരെ പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന്. തന്റെ ഒരു സമ്മതം. നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കൈ എന്റെ ദൈവമേ. ഓ 400 രൂപ വാങ്ങി നാളെ തല്ലും കൊണ്ടുവച്ച് വന്നിരിക്കുക. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ള അളിയാ. എന്തോന്ന് സോൾവ് ചെയ്യാൻ? ഇതൊക്കെ കേശവൻകുട്ടിക്ക് അറിയാൻ പറഞ്ഞിട്ടൊന്നും അല്ല. അച്ഛനവിടെ പോയിരുന്നു. ഒരു സ്മോൾ കഴിക്കുന്നോ? ഞാൻ സുജാതയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ടെന്നോ? എന്റെ മനസ്സിലാക്കിയോട് ചോദിച്ചിട്ട്. ആ പെൺകൊച്ചിന്റെ ശവത്തിന് സമാധാനം പറയാനും ഈ വയസ്സുകാലത്ത് ജയിലിൽ കിടക്കാനും വയ്യഞ്ഞിട്ട്. നിനക്ക് വേണമെങ്കിൽ എന്നെ തല്ലിക്കൊല്ലാം. നീ അതിന് മടിക്കാത്തവനാണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാം അറിയുന്നുണ്ടടാ. ഒന്ന് പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? കമ്പനി ബോറാക്കിയല്ലേ? സോറി. കേശവൻകുട്ടി ആരാത്? ഞാനാ. നമ്മുടെ കൃഷ്ണനെ കാവിനടുത്ത് വെച്ച് വിഷം തീണ്ടി വൈദ്യന്റെ വീട്ടിൽ കൊണ്ടുപോയി. അയാൾ കൈവിട്ട പോലെ. അതിപ്പോ ഞാനെന്ത് വേണം? മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. കാറ് ഇടും മാപ്പളെ. ഞാൻ കാറ് വാങ്ങി എന്റെ ആവശ്യം മനസ്സിലായോ? കേശവൻകുട്ടി മെനക്കെടുത്താ ഒന്ന് പോറോ. നീ ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അനന്തകുഞ്ഞിന്റെ കാറ് ചോദിക്കാം. അങ്ങോട്ട് പോവാം. വാ വാ.
കൃഷ്ണ കൃഷ്ണ അനന്ത അനന്ത നമുക്ക് വേഗം മെഡിക്കോളെ കൊണ്ടുപോവാം. എങ്ങും കൊണ്ടുപോയിട്ട് കാര്യമല്ല, ഇത് കരിമൂർക്കനാ. അനന്ത, നിന്നോട് ചെയ്ത പാവങ്ങൾക്ക് എനിക്ക് കിട്ടിയ ശിക്ഷയാണിത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഞാൻ രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ പാടില്ല. അനന്തൻ എന്നോട് പൊറുക്കണം. അന്ന് എന്നെ വിഷം തീണ്ടി ഇവിടെ കൊണ്ടുവന്നത് കേശവും കുട്ടി കളിച്ച നാടകമായിരുന്നു. നീ എന്തായി പറയുന്നത്? സത്യത്തിൽ അന്ന് എന്നെ വിഷം തീണ്ടിയിരുന്നില്ല. ഇത് നിനക്കുള്ളത്. എല്ലാം ഭംഗിയായി നടന്നാൽ ഇതുപോലെ ഒരു കുപ്പി കൊടുക്കൽ. അഭിനയം ഗംഭീരമാകണം. അനന്തം കണ്ടാൽ സത്യത്തിൽ നിന്നെ പാമ്പ് കടിച്ചാണ് തോന്നണം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ആ വൈദ്യനോട് പറഞ്ഞിട്ടുണ്ട്. സത്യം എങ്ങാനും പുറത്തറിഞ്ഞ ഒന്നും അറിയില്ല. നീ ആരോടും പറയാതിരുന്നാ മതി. ചെല്ലേ. അനന്ത, എന്നെ ഉപദ്രവിക്കരുത്. കേശവൻകുട്ടി പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. അനന്ത, അയാളെ ഒന്നും ചെയ്യരുത്. അമ്മണിയുടെ വീട്ടിലോട്ട് വേഗം ചെല്ല. അവളെ അനന്ത, അമ്മ പറഞ്ഞതാ ശരി. ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതെന്താ? തല്ലി കൊല്ലണം അവനെ.